നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അലയാൻഡ്രോ ഗർനാച്ചോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടും. പക്ഷേ എങ്ങോട്ടേക്ക്? ഈ കാര്യം ആരാധകരുറ്റ് നോക്കിയാണ്. ഇറ്റാലിയൻ ലീഗിലേക്ക് അദ്ദേഹം ചേക്കേറിയേക്കുമെന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതല്ല, ചെൽസിക്ക് അദ്ദേഹത്തിൽ താല്പര്യമുണ്ട്. അപ്പം അവരുടെ ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്ന വാർത്തകൾ കൂടി വരുന്നു. അർജൻറ്റീനയ്ക്ക് വേണ്ടി 8 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആളാണ്. മാഡ്രിഡിൽ ജനിച്ചിട്ടുള്ള അലയാൻഡ്രോ ഗർനാച്ചോ. പിന്നീട് അദ്ദേഹത്തിൻ്റെ യൂത്ത് കരിയറൊക്കെ ഗെറ്റാഫയിലൂടെ, അത്ലറ്റിക്കോ മാഡ്രിഡിലൂടെ അങ്ങനെ വളർന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ യൂത്ത് ടീമിലെത്തി. പിന്നെ അവരുടെ സീനിയർ ടീമിന് വേണ്ടി മികച്ച പ്രകടനങ്ങൾ പല ഘട്ടങ്ങളിലും നടത്തിയിട്ടുള്ള ആളാണ് അലയാൻഡ്രോ ഗർനാച്ചോ. 20കാരനായിട്ടുള്ള താരത്തിനു വേണ്ടി ഇപ്പോൾ വ്യത്യസ്ത ക്ലബ്ബുകൾ രംഗത്തുണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് സോഴ്സ് എടുക്കുന്നത് അർജൻറ്റീനയിൽ നിന്നാണ്. അർജൻറ്റീൻ മാധ്യമപ്രവർത്തകൻ ഗാസ്റ്റൺ എഡൂൽ നൽകുന്ന വിവരങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഗർനാച്ചോയുടെ കാര്യത്തിൽ അദ്ദേഹം ഈ ട്രാൻസ്ഫർ മാർക്കറ്റിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടാൻ തന്നെയാണ് ഏറെ സാധ്യത. വ്യത്യസ്ത ഓപ്ഷനുകൾ പരിശോധിക്കുകയാണ്. നാപ്പോളി അദ്ദേഹത്തിന് വേണ്ടി സ്ട്രോങ്ങസ്റ്റ് ഓഫർ കൊടുത്തിട്ടുള്ള ടീമാണ്. 45 ബില്യൺ യൂറോസിൻ്റെ ഓഫറാണ് അവർ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതിപ്പോഴും ഫൈനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. എന്തായാലും ഏറ്റവും അധികം പ്രഷർ അദ്ദേഹത്തിന് വേണ്ടി ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് നാപ്പോളി തന്നെയാണ്. ഫൈനൽ ഓക്കെ ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാൽ മറ്റു വിവരങ്ങൾ കൂടി ഇതിൽ വരുന്നത് ഇങ്ങനെയാണ്. കാസ്നഡൂൽ വീണ്ടും പറയുന്നു, അലയാൻഡ്രോ ഗർനാച്ചോക്ക് പ്രീമിയർ ലീഗിൽ തന്നെ തുടരാനാണ് താല്പര്യം. നാപ്പോളി ഇറ്റാലിയൻ ലീഗിലാണ്. സോ ഇറ്റാലിയൻ ലീഗിലേക്ക് പോകുന്നതിനേക്കാൾ അദ്ദേഹത്തിന് പ്രീമിയർ ലീഗിൽ തന്നെ തുടരാനാണ് ആഗ്രഹം. ചെൽസിയിലേക്ക് പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. പക്ഷേ ഒരു ഓഫർ ചെൽസിയുടെ ഭാഗത്ത് നിന്ന് മികച്ചൊരു ഓഫർ ഇനിയും വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് വീണ്ടും ഈ വിഷയത്തിലുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ട് കാസ്നഡൂൽ നൽകുന്നത്, ചെൽസി അദ്ദേഹത്തിന് വേണ്ടി വരുന്ന ദിവസങ്ങളിൽ ഒരു ഓഫർ മുന്നോട്ട് വെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാപ്പോളി ഓൾറെഡി ഓഫർ കൊടുത്തിട്ടുണ്ട്, അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടുക, അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ കാര്യത്തിൽ ഗർനാച്ചോയുടെ ഭാഗത്ത് നിന്ന് പറയാൻ കഴിയുക എന്ന് കാസ്നഡൂൽ പറയുന്നു. അപ്പം സംഗതി വളരെ ക്ലിയറാണ്. നാപ്പോളി നല്ലൊരു ഓഫർ താരത്തിന് മുന്നിലേക്ക് വെച്ച് നിൽക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ പ്രീമിയർ ലീഗിൽ തന്നെ തുടരണമെന്നാണ് താല്പര്യം. ചെൽസി അദ്ദേഹത്തിനായിട്ട് ഓഫർ വെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഓഫറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അദ്ദേഹം. അത് സംഭവിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നാപ്പോളിയിലേക്ക് താരം ചേക്കേറിയിരിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.